ഒരു ആചാര്യന്റെ മറവിൽ, ആചാര്യന്റെ തണലിൽ നിന്നോട്ട് എല്ലാ ആചാര്യന്റെ കറപ്പില്ല. ഞാൻ ആലോചിച്ച് എന്റെ അച്ഛൻ മരിക്കാനും പറഞ്ഞായിരുന്നു, ഈ ആചാര്യനും പുള്ളിയായിട്ട് കണ്ടുപോലും കാണത്തില്ല, ചീത്ത വല്ലതും വിളിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ മുമ്പിലോട്ട് പോയിട്ട് ഇടാന്ന് പറഞ്ഞു. അതാണല്ലോ പറഞ്ഞത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാറ് ഇരിക്കുന്ന സമയത്ത് വാതിൽ, സ്പ്രിങ് വെച്ച വാതിലുണ്ട്, പോലീസ് സ്റ്റേഷനിലൊക്കെ വെക്കുന്നത് സ്പ്രിങ് വെച്ച പഴയ വാതിൽ. ഇപ്പൊ അങ്ങനത്തെ വാതിലില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഞാനൊരു നടൻ കൂടി ആയതുകൊണ്ട് അത് കാണിച്ചു തരാൻ പോകുന്നത് ശരിയല്ല. ഇപ്പൊ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ വന്നത്, നമ്മൾ പൂച്ചകറി വന്നാൽ പോലും അറിയും എന്താ പൂച്ച എന്താ ഇവിടെ. ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്ന കേട്ടോ, ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പൊ നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു വരും. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നില്ല. പോയി കണ്ട പിന്നെ തലകുറി, പേനിന്റെ അസുഖം, പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ, ഇവിടെ നിൽക്കുന്ന മഞ്ഞനെ നോക്കത്തില്ല. അപ്പൊ ഇരിക്കരുത് അയാള്. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. ഞാൻ ആരെ മോനെ ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ എവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും, പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്തെ നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുക. ഉദാഹരണമാണ്, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ വരും, ഊപ്പറുണ്ട് പോയോ, ഏഴ് മണിയായി, ഏത് താലൂക്കൂണിനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി 8 മണി 12 മണിക്കൊക്കെയാണ് താലൂക്കൂണിയും പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാ ഇരിക്കാൻ പറയുക, ചായ കൊടുക്കാൻ പറയും, പിന്നെ കുറച്ചേരം ഞാൻ പറയും ചായ കൊടുക്കും. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നത്. അന്നത്തെ ആചാര്യന്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല, കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം എല്ലാത്തിനും ഇല്ല. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഈയിടെ പറഞ്ഞൊരു കമന്റ് ഇന്നലെ എന്നോട് മണിക്കുട്ടൻ പറഞ്ഞു, കമ്പനി ആക്ടിനുള്ള കാലമുള്ള പോരാട്ടമൊക്കെ നടക്കട്ടെ, പക്ഷെ മന്നത്തെ ആചാര്യന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവുന്നത്. അത് പൊതു സ്വത്താണ്, അതിനുവേണ്ടി പോരാടണം എന്ന് പറഞ്ഞു തോന്നി. വളരെ ശരിയാണ്. ഞാനിപ്പോ എനിക്കും പറയാനുള്ള അതേ ഉള്ളൂ. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങയുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ തന്നെ അങ്ങയുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ചു വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്, ഞാൻ അതനുസരിച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഇയാൾ ഇപ്പം പറഞ്ഞല്ലേ? അത് ഞാൻ പറയുന്നില്ല. അത് ബന്ധുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവര് ഇതിനെല്ലാത്തിനും സമാധാനമുണ്ട്. ഇപ്പൊ കുറെ കൂട്ടര് NSSനെ ഇല്ലാതാക്കാൻ വേണ്ടി കേസുമായി നടക്കുന്നുണ്ട്. അത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം. അവരുടെ ഒരു വാലായിട്ടാണ് ഇയാളിപ്പം സംസാരിക്കുന്നത്. ചേർന്ന് അതിന്റെ ഭാഗം സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. അവരെല്ലാം ആണല്ലോ അവിടെ മീറ്റിങ്ങിന് പങ്കെടുത്തത്. പങ്കെടുക്കാൻ നോട്ടീസുണ്ടോ? എന്നെ ഞാൻ 64 വർഷമായി ഇതിനകത്ത് കയറിയിട്ട് ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല.